ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഗുരുവായൂരപ്പ ശരണം നാരായണ. രാമായണം ഇപ്പോൾ 2 ഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സീതാസ്വയംവരം കഴിഞ്ഞ് 12 വർഷം സുഖമായിട്ട് താമസിച്ചു എന്നാണ് പറഞ്ഞു വന്നത്. അതിന് ശേഷമുള്ള രംഗത്തെയാണ് ഇവിടെ പറയാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഭരതനും ശത്രുഘ്നനും കൂടിയിട്ട് കേകയത്തിലേക്ക് പോയി. അത് യുദ്ധമുറകൾ, രാജ്യഭരണങ്ങൾ, അങ്ങനെ കുറേ ശിക്ഷാവിധികളുണ്ട് പഠനത്തിന് വേണ്ടിയിട്ട്. രാജകീയമായിട്ട് ചക്രവർത്തി ആവാനുള്ളത് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശ്യം കൂടി അതിലുണ്ട്. ഇവിടെ വസിഷ്ഠൻ ഈ ജ്ഞാനവാസിഷ്ടം, യോഗവാസിഷ്ടം അങ്ങനെയുണ്ട്. അത് രാമായണം തന്നെയാണ്. അത് ശ്രീരാമനെ പഠിപ്പിച്ചിട്ടുള്ള ആ സമയത്താണ്. അങ്ങനെ ഭരതനും ശത്രുഘ്നനും കൂടിയിട്ട് കേകയത്തിൽ പോയ സമയത്ത് ഇവിടെ വസിഷ്ഠനും ദശരഥനും തമ്മിലൊരു ചർച്ച. നമുക്ക് ശ്രീരാമനെ യുവരാജാവാക്കാറായിരിക്കണം, സമയമായിരിക്കണം. അപ്പോൾ അത് ചെയ്യല്ലേ എന്ന് ചോദിച്ചു. 2 പേർക്കും സമ്മതം. മുഹൂർത്തം നോക്കുമ്പോൾ മറ്റന്നാൾ ഒരു മുഹൂർത്തമുണ്ട്, അത് ശുഭമുഹൂർത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ഇവിടെ ഇല്ല, 2 പേര് ഇവിടെ ഇല്ല, രാമനും ലക്ഷ്മണനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു തടസ്സമാവുമോ? അത് സാരില്ല, കാര്യം നടക്കുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഉത്തരവ് പുറപ്പെടുവിച്ചു. അലങ്കാരാധികാരങ്ങൾ, ഒരുക്കങ്ങൾ പലതും ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് മന്ധര ഈ കൈകേയിയുടെ തൊഴി വല്ലാണ്ട് ഒരുക്കങ്ങളൊക്കെ കാണുകയാണ്. ഇതെന്താ അതിങ്ങനെ എന്ന് കൗസല്യയുടെ ആയയോട് ചോദിച്ചു, അല്ലെങ്കിൽ ദാസിയോട് ചോദിച്ചു. അപ്പോൾ ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്യാനുള്ള തീരുമാനം രാജാവ് എടുത്തിറക്കണു, അതിൻ്റെ ഒരുക്കങ്ങളാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവിടെ ദേവന്മാർക്ക് രാവണൻ്റെ ഉപദ്രവം കാരണം കൊണ്ട് എന്താ നിശ്ചയില്ലാത്ത അവസ്ഥ വന്നിറക്കണം. കുറച്ചുകൂടി കാലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ രാവണവധം നടക്കണം, ഇല്ലെങ്കിലൊക്കെ പ്രശ്നം. അപ്പോൾ സരസ്വതി ദേവി ചെന്ന് നമസ്കരിച്ചു. ദേവന്മാരുടെ എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം, എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം. ഈ പട്ടാഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് രാമനെ പട്ടാഭിഷേകത്തിനായിട്ട് അങ്ങനെ ഇരുത്തരുത്, രാജാവാവണേൻ്റെ മുന്നേ തന്നെ ഈ രാവണവധം നടക്കണം, അതിന് വേണ്ട ഏർപ്പാട് ചെയ്യണം. അപ്പോൾ മന്ധരയിൽ പ്രവേശിപ്പിച്ചു എന്നാണ്. അങ്ങനെ മന്ധര സരസ്വതിയുടെ ഈ ഒരു വികട സരസ്വതി അങ്ങനെയാണ്. സരസ്വതി പ്രവേശിച്ചു. ആ സമയത്ത് ചീത്ത ബുദ്ധികളൊക്കെ വരാൻ തുടങ്ങി. കൈകേയിയിലും പ്രവേശിച്ചു സരസ്വതി, അവിടെയും ചീത്ത ബുദ്ധികൾ വരാൻ തുടങ്ങി. അപ്പോൾ മന്ധര കൈകേയിയോട് പറഞ്ഞു, എൻ്റെ മകൻ രാമൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് രാജാവ് ശ്രീരാമനെ യുവരാജാവാക്കാൻ പോകണു എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ വലിയൊരു സമ്മാനമൊക്കെ കൊടുത്തു. താൻ ധരിച്ചുള്ള ഒരു മാലയുണ്ട്, അത് തന്നെ കൊടുത്തു. അത് മാല വാങ്ങുകയും ചെയ്തു. എന്നിട്ട് ആദ്യം പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ല, എൻ്റെ മകനല്ലേ രാജാവാവേണ്ടത്, അല്ലാണ്ട് ശ്രീരാമനാ രാജാവാവേണ്ടത്. അത് ചോദിച്ചപ്പോൾ അതിലങ്ങോട്ട് കുടുങ്ങി. ഒരു കാര്യം ചെയ്തോളൂ, ഞാനൊരു സൂത്രം പറഞ്ഞുതരാം, അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പണ്ട്
ഈ ദേവാസുര യുദ്ധം നടന്ന സമയത്ത് ദശരഥൻ്റെ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണി അത് അടർന്നു പോയി. യുദ്ധസമയത്തായതുകൊണ്ട് ദശരഥന് ശ്രദ്ധിക്കാൻ പറ്റില്ല. കൈകേയി അപ്പോൾ രഥത്തിലുണ്ട്. അപ്പോൾ തൻ്റെ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ ആ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ ആണിയായിട്ട് ഇട്ടു, ആ യുദ്ധം കഴിയുന്നത് വരെ. യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ വിവരം രാജാവ് അറിയണത്. അപ്പോൾ വേദന സഹിച്ചിട്ട് തന്നെ രക്ഷിച്ചതായിട്ടുള്ള ആ കൈകേയിക്ക്, പ്രിയ പത്നിക്ക് എന്താണോ വേണ്ടത് വെച്ചാൽ അത് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും വേണ്ട, എന്നാൽ ഞാൻ 2 വരം തരാം എന്ന് പറഞ്ഞു. വരം എനിക്കിപ്പോൾ വേണ്ട, പിന്നീട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 വരങ്ങൾ ഇപ്പോൾ ചോദിക്കുക. അത് ഒന്ന്, രാമനെ 14 കൊല്ലം വനവാസത്തിന് അയക്കുക, ഭരതനെ രാജാവാക്കുക. ഇങ്ങനെ തീരുമാനിച്ചു. ആ സമയത്ത് നാരദൻ ഈ ശ്രീരാമൻ താമസിക്കുന്ന വീട് സാകേതം, ആ സാകേതത്തിലേക്ക് വന്ന് സീതയും രാമനും കൂടിയിട്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സ്തുതിച്ചു. ആണുങ്ങളായിട്ട് കാണുന്നത് മുഴുവൻ ശ്രീരാമനാണ്, സ്ത്രീത്വം ആയിട്ട് കാണുന്നത് മുഴുവൻ സീതയാണ്. അത് സസ്യമായാലും പ്രാണിവർഗമായാലും ദേവനായാലും മർത്യനായാലും ദ്വിത്വസ്തുതി, സ്ത്രീ പുരുഷ സ്തുതി, അങ്ങനെയാണ് പുമാൻ സ്ത്രീ എന്ന രീതിയിൽ. അപ്പോൾ സ്തുതിച്ചതിന് ശേഷം പറഞ്ഞു, അങ്ങ് ഇങ്ങനെ പട്ടാഭിഷിക്തനായിട്ട് ഇവിടെ ഇരുന്നാൽ പോരാ, ഭാവിയിൽ അനവധി കാര്യങ്ങൾ നടത്താനുണ്ട്. പട്ടാഭിഷേകം മുടക്കണം, അങ്ങ് കാട്ടിലേക്ക് പോകണം, കാട്ടിൽ കുറേ കാലം താമസിച്ചിട്ട് രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിക്കണം, പിന്നെ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യണം, സീതയെ മുൻനിർത്തിക്കൊണ്ട് രാവണനെ വധിക്കണം, രാക്ഷസ വംശം ഉന്മൂലനം ചെയ്യണം, അതിനുശേഷം വിഭീഷണനെ രാക്ഷസ രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, തിരിച്ചു വന്ന് അങ്ങ് ശ്രീരാമനായിട്ട് പട്ടാഭിഷിക്തനാവണം എന്ന് പ്രകാരം സ്തുതിച്ചു. ഇപ്പോൾ കൈകേയി ഈ സമയത്ത് നാരദൻ അത് കഴിഞ്ഞ് പോയി. കൈകേയി ഈ സമയത്ത് ദശരഥനുമായിട്ട് വലിയ വലിയ സംവാദങ്ങൾ നടത്തുക. ആ സംവാദങ്ങളിലൊന്നും ദശരഥന് സമ്മതാവണില്ല. ദശരഥൻ മോഹാത്സ്യപ്പെട്ടു വീണു, കൗസല്യയ്ക്ക് ദുഃഖമായി. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ ഇരിക്കുന്നത്. താൻ പറഞ്ഞ് കൂട്ടാക്കണില്ല എന്നുള്ള നിലയ്ക്ക് കൈകേയി ക്രോധാലയത്തിൽ കയറി നിന്ന് കരച്ചിലും പിടിച്ചിലായി. ആഭരണങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു, വസ്ത്രങ്ങളൊക്കെ പഴയതാക്കി. അങ്ങനെ 2 പേരും ദുഃഖിതരായിട്ടിരിക്കുന്നു. അപ്പോൾ ദശരഥൻ സാധാരണ കൈകേയിയുടെ കൊട്ടാരത്തിലുണ്ടാവുക. അവിടുന്ന് ഈ കൗസല്യയുടെ കൊട്ടാരത്തിലെത്തി ഗുരുവിനെ വിളിച്ചു, രാമനോട് വരാൻ പറഞ്ഞു. രാമൻ വന്നു. അപ്പോൾ കാര്യത്തെ അറിയിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാമൻ അത് സ്വീകരിച്ചു. അപ്പോഴേക്കും ലക്ഷ്മണനെത്തി. സീതയ്ക്ക് വിവരം കിട്ടി. അവർക്ക് 2 പേർക്കും ഈ അഭിപ്രായം സമ്മതമായില്ല. രാമനെ വിട്ടു പിരിയാൻ അവർക്ക് പറ്റില്ല. അച്ഛൻ്റെ തീരുമാനം മാറ്റാൻ പറ്റില്ല എന്ന് രാമൻ ഉറച്ചു. അപ്പോൾ രാമൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ സീത ഒപ്പമുണ്ടെന്ന് സീത പറഞ്ഞു. അതിനെ സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴേക്കും ലക്ഷ്മണൻ പറഞ്ഞു, ഞാനും ഉണ്ട് കാട്ടിലേക്ക്. അങ്ങനെ അവർ 3 ആൾ കൂടിയിട്ട് കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു. കൈകേയി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. വസ്ത്രം മാറ്റി, വനവാസിക്ക് വേണ്ടതെന്തോ മരവുരി അതൊക്കെ ആയിട്ടാണ്ട് പറഞ്ഞയക്കാൻ ഒരുക്കായി. അപ്പോൾ അമ്മയുടെ വക 2 അമ്മമാരുടെ വക കൗസല്യയും സുമിത്രയും ഒക്കെ മക്കളെ നല്ല രീതിയിൽ തന്നെ പല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കൗസല്യ പറഞ്ഞത് പോണ്ട, കാരണം അമ്മയുടെ വാക്കിനാണ് ഗുരുത്വം കൂടുതൽ, അച്ഛൻ പറഞ്ഞത് കേൾക്കണ്ട.
അപ്പോൾ ഇത് അച്ഛനല്ല പറഞ്ഞത്, രാജാവാണ് പറഞ്ഞത്. അപ്പോൾ രാജാവിൻ്റെ വാക്കിനാ വില, അമ്മയ്ക്ക് സ്ഥാനമില്ല. അപ്പോൾ കുടുങ്ങി. ഈ ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര പറഞ്ഞത് അങ്ങനെയല്ല. ലക്ഷ്മണ, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാടായാലും നാടായാലും വീടായാലും കുടിലായാലും കൊട്ടാരായാലും കുടിലായാലും ഒരുപോലെയാണ്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. രാമനെ അച്ഛനായിട്ട് കണക്കാക്കിക്കോളൂ. ഈ സീതയെ നിൻ്റെ അമ്മയായ ഞാനായിട്ട് കണക്കാക്കണം. കാട് അയോധ്യയായിട്ട് കണക്കാക്കണം. പോയിട്ട് വരൂ, 14 കൊല്ലം നിന്നാൽ വേഗം പോവും. ഇങ്ങനെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള സുമിത്രാദേവി. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് വനയാത്ര. ലക്ഷ്മണനും സീതയും കൂടിയിട്ട് പിന്നാലെ ഒപ്പം കൂടി. 3 പേരും വേഷമൊക്കെ ധരിച്ചു. കൈകേയി തന്നെ അതിനുള്ള ഒത്താശ ചെയ്തു. എല്ലാവർക്കും വിഷമായി, പൗരർക്കൊക്കെ സങ്കടമായി. വസിഷ്ഠൻ പക്ഷേ കൈകേയിയോട് ചുണ്ടിയെടുത്തു. അറിഞ്ഞുകൊണ്ടാണേ, എന്നാലും അതൊന്നും സാരാക്കിയില്ല. അങ്ങനെ പോണ സമയത്ത് ജനങ്ങളെല്ലാവരും കൂടിയിട്ട് തടുത്തു. ഒന്നുകിൽ ഞങ്ങളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാമൻ പോണ്ട. അപ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ പിന്നാലെ പോയി. അപ്പോൾ വാമദേവൻ എന്നുള്ള ആ മഹർഷി ജനത്തെ ഉപദേശിച്ചു. നിങ്ങൾ വിചാരിക്കും പോലെയല്ല, രാമൻ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് പോണത്. പിന്നെ അച്ഛൻ്റെ വാക്കിനെ അനുസരിക്കുകയും വേണം. 2 ന്യായങ്ങളും വിസ്തരിച്ച് പറഞ്ഞു. രാവണനെ കൊല്ലാൻ എന്നുള്ള ഉദ്ദേശമൊന്നും പറഞ്ഞില്ലെങ്കിലും രാക്ഷസ നിഗ്രഹം, അങ്ങനെ പലതും, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് കണക്കാക്കൂ എന്നെല്ലാമായി. ജനങ്ങളതൊന്നും മുഴുവൻ സ്വീകരിച്ചില്ല. പക്ഷേ എങ്കിലും പിന്നാലെ കുറച്ച് നേരമൊക്കെ പോയി. അങ്ങനെ ഗുഹൻ്റെ അടുത്തെത്തി. ഗുഹൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ തേരിലാണ് സുമന്ത്രൻ്റെ ഒപ്പം പോയത്. അപ്പോൾ ജനങ്ങൾക്കൊപ്പം പറ്റിയില്ല. രാത്രി ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ദിശ ഒന്ന് മാറ്റി ആ രീതിയിൽ ഒരു കാപട്യമൊക്കെ കാണിച്ച് കാട്ടിലേക്ക് പോയി കാട്ടുരാജാവായിട്ടുള്ള ഗുഹൻ്റെ അടുത്തെത്തി. പിന്നെ അവിടുന്ന് ഗുഹൻ്റെ സഹായത്തോട് കൂടിയിട്ട് ജടയൊക്കെ കെട്ടി നദി കടന്നു സുമന്ത്രരെ മടക്കി രാമൻ. അങ്ങനെ ഗംഗ കടന്നിട്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടിയിട്ട് ഭരദ്വാജ ആശ്രമത്തിലെത്തി. ഭരദ്വാജൻ്റെ ഇഷ്ടപ്രകാരം ചിത്രകൂടത്തിൽ താമസമായി. അപ്പോൾ അവിടെ ധാരാളം ജനങ്ങളൊക്കെ വന്നു. അത് കുറച്ചൊരു ദുഃഖമായി. കാരണം കാട്ടിൽ അങ്ങനെ പാടില്ല, വനവാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോഴേക്കും ഇവിടെ ദശരഥന് ദുഃഖം സഹിക്കാൻ വയ്യാതെ കണ്ട് രാമൻ പോയി, ലക്ഷ്മണൻ പോയി, സീതയും പോയി. ഭരതശത്രുഘ്നന്മാർ കേകയത്തിലാണ്. മക്കളെ പിരിഞ്ഞുള്ള ദുഃഖം അസഹനീയായി ഹൃദയം പൊട്ടി മരിച്ചു. അപ്പോൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു സംഭവമുണ്ടായത് പറയുകയാണ്. പണ്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടായിട്ടില്ല, ആ ദുഃഖത്തിലിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നായാട്ടിന് പോയപ്പോൾ അല്ലാണ്ട് ഒരബദ്ധം പറ്റി. ഈ ശബ്ദവേദ ശരം തൊടുക്കാനുള്ള കഴിവുണ്ട്. ഒരു കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് ആന വെള്ളം കുടിക്കണതായിട്ട് ശബ്ദം കേട്ടു. ആനയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ആനയെ കണ്ടിട്ടില്ല, ശരം തൊടുത്തു വിട്ടു. അപ്പോഴാണ് ഒരു നിലവിളി കേട്ട്. ചെന്ന് നോക്കിയപ്പോൾ ശ്രവൺ എന്നുള്ള പേരുള്ള ഒരു ഉണ്ണിയ, വൈശ്യനൊറ്റയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിച്ചിട്ടില്ല, മരണമൊഴിയായിട്ടാണ്. എൻ്റെ അച്ഛനും അമ്മയും അന്ധരാണ്, അവർക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കുടത്തിൽ വെള്ളം മുക്കണ സമയത്ത്, നിറയണ സമയത്തുള്ള ഗുളു ഗുളു ഗുഗുളു ഗുഗുളു എന്നുള്ള ആ ശബ്ദം കേട്ടപ്പോൾ അത് ആന വെള്ളം കുടിക്കുകയാണോ എന്ന് സംശയം തോന്നി. അതുകൊണ്ടാണ് അമ്പ ചെയ്തതും ഇങ്ങനെ അബദ്ധം പറ്റിയതും. അങ്ങയെ ശപിച്ചു ചാലോ, അങ്ങ് വേഗം വെള്ളം കൊടുക്കുക, അവർ ദാഹിച്ച് മരിക്കാൻ പാടില്ല എന്നൊക്കെ പറയലും ആ ശ്രവണൻ
ശ്രവൺ എന്നേ ഉള്ളൂ. ശ്രവൺ മരിക്കുകയും ചെയ്തു. വേഗം വെള്ളം കൊണ്ട് അവിടേക്ക് ചെന്നു. അന്ധരായിട്ടുള്ള ഈ അച്ഛനെയും അമ്മയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ദുഃഖത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ, ഈ അന്ധരായിട്ടുള്ള ഞങ്ങളെന്താ ചെയ്യുക? ഇപ്പം ഞങ്ങളെ അനാഥരാക്കിയില്ലേ? അപ്പോൾ സഹായിക്കാൻ പല സംവിധാനങ്ങളൊക്കെ ഉണ്ട്, രാജാവല്ലേ. അതത്ര സമ്മതമായില്ല. മക്കളോളം വരുമോ ബാക്കിയുള്ളവർ? അപ്പം അതുകൊണ്ട് അങ്ങയ്ക്കും ഇതേപോലെ തന്നെ പുത്രദുഃഖം കൊണ്ട് മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ശാപം സ്വതേ ഇവിടെ അനുഗ്രഹാവാണ് ഉണ്ടായത്. കാരണം മക്കളില്ല, മക്കളുണ്ടാവാനുള്ള യോഗവും കാണാനില്ല. അങ്ങനെ ഏതായാലും അവർ മരിച്ചു. അവരുടെ സംസ്കാരമൊക്കെ ചെയ്തു 3 ആളുടെ. അതിന് ശേഷമാണ് മടങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ദശരഥൻ. പിന്നെ അധികം താമസം ഉണ്ടായില്ല, ഹൃദയം പൊട്ടി മരിച്ചു. എല്ലാവർക്കും സങ്കടമായി. കേകയത്തിലേക്ക് ആൾ പോയി. വസിഷ്ഠൻ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അവർ മടങ്ങിയെത്തി. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കൈകേയിയോട് ഭരതന് ഇത്ര ദേഷ്യം എന്ന് പറയാൻ പറ്റില്ല, അത്രയും കൂടുതൽ ദേഷ്യം ഉണ്ടായി. അമ്മയെ ശാസിച്ചു. പക്ഷേ വസിഷ്ഠൻ അതൊക്കെ സമാധാനിപ്പിച്ചു, പിണ്ടം വെപ്പിച്ചു, സംസ്കാരാദി കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ ഭരതൻ്റെ തീരുമാനം, ഞാനേതായാലും ഇതനുസരിക്കില്ല, എനിക്ക് ഏട്ടനെ ഇപ്പം കാണണം. അങ്ങനെ പോകാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ അമ്മമാരും ഭരതനും ശത്രുഘ്നനും വസിഷ്ഠനും എല്ലാവരും കൂടിയിട്ട്, ജനങ്ങളും അപ്പോൾ കൂടി, സൈന്യവും കൂടി, എല്ലാവരും കൂടിയിട്ട് കാട്ടിലെത്തി. ഇവിടെ ചിത്രകൂടത്തിലാണ്. അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വഴിക്ക് വെച്ച് ഗുഹനെ കണ്ടു. ഗുഹൻ തടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഗുഹനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ കാട്ടിലെത്തി രാമനെ കണ്ടു, വിഷയങ്ങളൊക്കെ പറഞ്ഞു. വളരെ ദുഃഖത്തോടു കൂടിയിട്ടും പക്ഷേ പിണ്ടമൊക്കെ വെച്ചു. അവിടെ ഓടപ്പഴപ്പിണ്ടം വെച്ചു എന്നാണ്. അങ്ങനെ തിരിച്ചു പോരണമെന്ന് ഭരതൻ വാശി പിടിച്ചു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു അത് പറ്റില്ല. രാമൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് വസിഷ്ഠൻ കാര്യങ്ങളൊക്കെ ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കി 14 കൊല്ലം കഴിഞ്ഞിട്ടേ മടങ്ങൂ. അത് ദശരഥൻ്റെ ആജ്ഞയാണ്, രാജാജ്ഞയാണ്. രാജാവ് മരിച്ചിട്ട് അങ്ങനെ ഒരു വാക്ക് നിലനിൽക്കുമ്പോൾ അത് തെറ്റിക്കാൻ പാടില്ല. പിന്നെ ചില ഉദ്ദേശങ്ങളും ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി ഭരതനോട് പറഞ്ഞു, ഇത് ഈശ്വരനാണ്, ഈശ്വരൻ്റെ തീരുമാനം നമ്മൾ നടപ്പാക്കിയേ പറ്റൂ എന്നും പറഞ്ഞു. അങ്ങനെ ഭരതൻ മടങ്ങണ സമയത്ത് പറഞ്ഞു, എനിക്ക് മെതിയടി തരണം എന്ന് പറഞ്ഞു. കാട്ടിൽ മെതിയടി ആവശ്യമില്ല, ശ്രീരാമൻ അത് ആദ്യമേ തന്നെ ഉപേക്ഷിച്ചതാ. അപ്പം അത് ലക്ഷ്മണൻ്റെ കയ്യിലുണ്ടായിരുന്നു. ലക്ഷ്മണൻ അത് ഈ രാമൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഭരതന് കൊടുക്കുകയും ചെയ്തു. ഭരതൻ നേരെ അത് പട്ടണത്തിലേക്ക് കടക്കാതെ കണ്ട് നന്ദിഗ്രാമത്തിൽ ഒരു കുടിലൊക്കെ കെട്ടി രാമൻ എങ്ങനെയാണോ കാട്ടിൽ വസിക്കുന്നത് അതേ വേഷഭൂഷാദികളോടെയും അതുപോലെ ആഹാരത്തിന് നിയന്ത്രണം. ഒരു പിടി യവം ഗോമൂത്രത്തിൽ വേവിച്ച് അത് മാത്രം കഴിച്ചു. അങ്ങനെ രാമൻ ഉപവാസത്തോടു കൂടിയിട്ട്, അതേപോലെ രാമൻ്റെ ആജ്ഞ അനുസരിച്ച് ശത്രുഘ്നനെ കൊണ്ട് നന്നായിട്ട് രാമരാജ്യം അയോധ്യ കേന്ദ്രീകൃതമാക്കിയിട്ട് ഭരിക്കുകയും ചെയ്തു. ഭണ്ഡാരം 10 ഇരട്ടി വർദ്ധിച്ചു എന്നാണ് അത് ഉടുക്കാ പറയണം കേട്ടോ. എല്ലാ ദിവസവും ഇന്ന് ഇന്നതൊക്കെയാണ് ഉണ്ടായത്, വരവിത്ര ചെലവിത്ര, ഇന്ന സംഭവങ്ങൾ, ഇങ്ങനെ രാമനെ സങ്കല്പിച്ചുകൊണ്ട് മെതിയടിക്ക് മുമ്പിൽ ഭരതൻ അത് എല്ലാവരെയും കേൾക്കുമാറ് ഉറക്കെ വായിച്ചു എന്നാണ്. ശത്രുഘ്നൻ പറഞ്ഞു കൊടുക്കും, അത് ഭരതൻ വായിക്കും. ഇങ്ങനെ സമ്മതം വാങ്ങിയും കൊണ്ടാണ് ഭരിച്ചിരുന്നത്. ഇന്നും പല അമ്പലങ്ങളിലും ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഈ കാര്യം വരവ് ചെലവ്, അന്നത്തെ സംഭവങ്ങൾ, പിന്നെ ചിലതൊക്കെ വരാൻ പോകുന്നതും കൂടി പറയും. അങ്ങനെ അനുവാദം വാങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഭരതൻ തുടങ്ങി വെച്ചതാണ്. നന്നായിട്ട് ഭരിക്കുകയും ചെയ്തു, രാമരാജ്യം പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം സമ്മതമായി, സുഖമായി. അങ്ങനെ രാമൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായ സമയത്ത് ചിത്രകൂടത്തിൽ ധാരാളം ജനങ്ങൾ വരണോ എന്നുള്ളതൊരു വിഷമമായി. അപ്പോൾ അത് അർഹതയില്ല, പാടില്ല. കുറച്ചും കൂടി ഉൾക്കാട്ടിലേക്ക് പോകണം എന്ന് നിശ്ചയിച്ചു.
അങ്ങനെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ദണ്ഡക കാനനത്തിലേക്ക് പോവുകയാണ്. അത്രി മഹർഷിയെ കണ്ടു, സീത അനസൂയയെ കണ്ടു. സീതയ്ക്ക് കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും സമർപ്പിക്കുകയുണ്ടായത്. അനസൂയ സീതയ്ക്ക് ആഭരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ അത് ധാരാളമായിട്ട് കൊടുത്തു എന്നാണ്. സീതയ്ക്കൊന്നും ആവശ്യമുണ്ടായിട്ടല്ല, എന്നാലും ദാനം വാങ്ങി അവിടെ തന്നെ വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ധാരാളം പണ്ടങ്ങളൊക്കെ കിട്ടി. എന്നിട്ട് രാമൻ്റെ അനുവാദം, അത്രി മഹർഷിയുടെ നിർദ്ദേശം, അനസൂയ സീതയ്ക്കൊരു ഉപദേശം കൊടുത്തു. അതായത് ഭർത്താവിനെ അച്ഛനായിട്ട് കാണണം, ഈശ്വരനായിട്ട് കാണണം, ഭഗവാനായിട്ട് കാണണം, അങ്ങനെ പലതും. പാതിവ്രത്യത്തിൻ്റെ എല്ലാവിധ നിയമങ്ങളെയും പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേൾക്കുകയും ചെയ്തു. അങ്ങനെ ദണ്ഡകാനനത്തിലേക്ക് പോവുകയാണ്. അത് അത്രി മഹർഷിയാണ് വഴി കാണിച്ചു കൊടുത്തത്. അവിടുത്തെ ചില ഉണ്ണികൾ ഒരു തോണിയൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു പുഴ കടത്തി അങ്ങനെ ദണ്ഡകാനനത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പോണ വഴിക്കാണ് വിരാധൻ, ഒരു വിദ്യാധരൻ, ശാപം കിട്ടിയതാണ് വലിയൊരു രാക്ഷസനായിട്ട്. ആ ശൂലത്തിൻ്റെ മുകളിൽ മറ്റേ ആനയൊക്കെ ഇങ്ങനെ പുറത്തും കൊണ്ട് അങ്ങനെയൊക്കെയാണ് വരണം. എങ്ങനെയായാലും ആ വിരാധനെ വധിച്ചു. അപ്പോൾ വിരാധൻ്റെ ആ ജീവൻ വിദ്യാധരനായിട്ട് മാറി നന്നായിട്ട് രാമനെ സ്തുതിച്ചു. ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് ഉന്മുഖമാക്കി തീർക്കണേ എന്ന്. കണ്ണ് ഭഗവാനെ കാണാൻ, കാല് ഭഗവാങ്കലേക്ക് എത്താൻ അല്ലെങ്കിൽ പ്രദക്ഷിണം വയ്ക്കാൻ, കയ്യ് പരിചര്യ ചെയ്യാൻ, കാത് കഥ കേൾക്കാൻ, മൂക്ക് തുളസി മണം കെട്ടാൻ, തൊലി ഈ പാദധൂളി ഏൽക്കാൻ, ഇങ്ങനെ പ്രസാദമായിട്ട് രുചിക്കാൻ നാവ്, ഇങ്ങനെയല്ലേ. അങ്ങനെ സ്തുതിച്ച് മുക്തി നേടി വിദ്യാധരൻ പോയി. അതിനുശേഷം വീണ്ടും കാട്ടിലേക്ക് പോകുമ്പോഴാണ് ശരഭംഗമുനിയുടെ അടുത്തെത്തിയത്. അപ്പോൾ അവിടെ ശരഭംഗമുനി സത്യലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുക. അപ്പോഴാണ് രാമനും സീതയും ലക്ഷ്മണനും കൂടിയിട്ട് അവിടെ എത്തുന്നത്. കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി, നമസ്കരിച്ചു. അതുവരെ സമ്പാദിച്ചതായിട്ടുള്ള പുണ്യം മുഴുവൻ ശ്രീരാമന് ദാനം ചെയ്തു. എനിക്ക് മുക്തി തരണം. ഒരു ചേക്കയൊക്കെ കൂട്ടി അതിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കണ്ടുകൊണ്ട് ആ പുണ്യം ദാനം ചെയ്തതുകൊണ്ട് മുക്തിക്ക് അർഹത നേടി. അങ്ങനെ സ്വയം ആ ചേക്കയിൽ ശരീരത്തെ പഞ്ചഭൂതങ്ങൾ അങ്ങോട്ടും ലയിപ്പിച്ചു. മൂലത്തിലേക്ക് ലയിപ്പിക്കുക എന്നാണ് പറയുക. അങ്ങനെ ചെയ്തു. ശരഭംഗമുക്തി എത്രയാ പുണ്യം ചോദിച്ചാൽ നിശ്ചലം അത്രയും കൂടുതലുണ്ട് തപഫലേ. അത് മുഴുവനെ രാമന് കിട്ടി. പിന്നെ വീണ്ടും നടന്നു. അഗ്നിജിഹ്വൻ്റെ അടുത്തെത്തി. സുതീക്ഷ്ണൻ, അഗസ്ത്യൻ്റെ ശിഷ്യൻ. അഗ്നിജിഹ്വൻ അവർ അഗസ്ത്യൻ്റെ ശിഷ്യനും അനുജനും ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ കാട് കാണിച്ചു കൊടുത്തു. ധാരാളം രാക്ഷസന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലായി. ഈ എല്ലിൻ്റെ കൂമ്പാരം കണ്ടു. ഇതൊക്കെ മഹർഷിമാരുടെ എല്ലാമാണ്, രാക്ഷസന്മാർ വധിച്ചതാണ് എന്നെല്ലാം മനസ്സിലായി. രാക്ഷസന്മാരെ ഒന്നിച്ച് നശിപ്പിച്ചോളാം എന്ന് രാമനെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു. അങ്ങനെ കുറേ അതും ചെയ്തു. അതിനുശേഷം രാക്ഷസവധം കുറേ ഉണ്ടായി. പിന്നെ അഗസ്ത്യാശ്രമത്തിലേക്ക് എത്തി. അഗസ്ത്യൻ രാമമന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. താരകബ്രഹ്മമന്ത്രം. അവിടെ നന്നായിട്ട് പൂജ സ്വീകരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരം, എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ ഭഗവാനും ഭക്തനും എന്നുള്ള നിലയ്ക്കും ഗുരു ശിഷ്യൻ എന്ന നിലയ്ക്കും, ഗുരു അഗസ്ത്യനും രാമൻ ശിഷ്യനും ഇങ്ങനെയായിട്ട് ധാരാളം പാണ്ഡിത്യം അവിടെ നിന്ന് കിട്ടി. അസ്ത്രശസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ, അമോഘാസ്ത്രങ്ങൾ, അങ്ങനെ പലതും അവിടെ നിന്ന് കിട്ടി. രാവണനെ കൊല്ലാൻ വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ അത് മുഴുവനെ അഗസ്ത്യൻ പറഞ്ഞു കൊടുത്തതാണ്. ആദിത്യഹൃദയ മന്ത്രമൊക്കെ സ്വതേനി ആ യുദ്ധസമയത്ത് ആദ്യം വന്ന് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ അഗസ്ത്യൻ്റെ ആ ദിവ്യ ദർശനം വളരെയധികം ഗുണമായി. അവിടുന്ന് ശേഷം വീണ്ടും യാത്രയായി. ജടായുവിനെ കണ്ടു. കൊടുങ്കാട്ടില. ജടായു ദശരഥൻ്റെ സുഹൃത്താണ്.
ഇനിയും നമുക്ക് കാണേണ്ടി വരും എന്നെല്ലാം അവിടുന്ന് സുഹൃത് ബന്ധം, സഹോദര ബന്ധമാക്കിയിട്ട് അവിടെ കണക്കാക്കി അങ്ങനെ യാത്രയായി. ഗോദാവരി നദി അത് കടന്നു. അവിടെ 2-3 മഹർഷിമാരൊക്കെ കൂടിയിട്ട് ഈ തോണി കടത്തി പഞ്ചവടി അവിടെ താമസിച്ചോളൂ എന്നാണ് അഗസ്ത്യൻ പറഞ്ഞത്. സുഖതാമസമാണ്. 12 വർഷം പഞ്ചവടിയിലാണ് താമസിച്ചതെന്നാണ്. അവിടെ സീതയും ലക്ഷ്മണനും രാമനും കൂടിയിട്ട് നടക്കുമ്പോൾ കൊടുങ്കാടാണ്, ധാരാളം രാക്ഷസന്മാരുണ്ടാവും. ഈ വ്യാഘ്രം, സിംഹം തുടങ്ങിയിട്ടുള്ള ശരഭം, അങ്ങനെ പലതുമുണ്ട്. ആനയെ പോലെ അതിനെയൊക്കെ വലുതാണത്രേ. എന്തായാലും അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സീതയെ നടുക്കിൽ നിർത്തിയിട്ട് ലക്ഷ്മണൻ പിന്നിലും രാമൻ മുമ്പിലും അങ്ങനെയാണ് നടക്കുക. അങ്ങനെ 12 വർഷം. അങ്ങനെ ഒരു ദിവസം ഇതിന് ശേഷമാണ് ശൂർപ്പണഖയ്ക്കൊരു അബദ്ധം പറ്റി. ശൂർപ്പണഖയുടെ ഭർത്താവ് എങ്ങനെയോ യാദൃശ്യമായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ രാവണനെ എതിർക്കുക അങ്ങനെ ഉണ്ടായി. അപ്പോൾ രാവണൻ ആ ശൂർപ്പണഖയുടെ ഭർത്താവിനെ വധിച്ചു. ഒരു മകനൊക്കെ ഉണ്ടായില്ല. അപ്പോൾ വലിയ സങ്കടമായപ്പോൾ ശൂർപ്പണഖയോട് പറഞ്ഞു, സഹോദരിയല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആരെ വേണിച്ചാൽ നീ വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ വസിക്കണ്ട, ലങ്കയിൽ ഇങ്ങനെ വസിക്കുമ്പോൾ അതൊരു വിഷമം ഉണ്ടാവും മനസ്സിനെ. അപ്പോൾ അതുകൊണ്ട് ഖരദൂഷണ ത്രിശിരസ്സുകൾ അവർ കൊടുങ്കാട്ടിലാണ് താമസം, അവിടെ പോയിക്കോളൂ, എന്നാൽ ജീവിതം സുഖവും സംരക്ഷണവും കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ താമസം. ശൂർപ്പണഖ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അങ്ങനെയാണ് രാമനെയും ലക്ഷ്മണനെയും കണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചറിയോ? പാദം അടയാളം കണ്ടുപിടിച്ചതേ. അത്ഭുതമായി. കണ്ടു കഴിഞ്ഞപ്പോൾ ഇയാൾ തന്നെയാണ് എൻ്റെ ഭർത്താവ് എന്ന് കണക്കാക്കിയതാണ്. നേരിട്ട് ചെന്നങ്ങോട്ട് പറയുകയും ചെയ്തു, എന്നെ വിവാഹം കഴിക്കണം കേട്ടോ എന്ന്. അപ്പോൾ ആരാ, എന്താ കഥ ഒക്കെ പിന്നീടാണ് ചോദിച്ചതേ. അപ്പോൾ രാമനാണ്, ലക്ഷ്മണനാണ്, അയോധ്യാധിപതികളാണ്. അതൊന്നും സാരില്ല, ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്. എനിക്കും ഏത് ശരീരം വേണിച്ചാൽ സ്വീകരിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിസുന്ദരിയായിട്ടാണ് ചെന്നത്. അപ്പോൾ രാമൻ പറഞ്ഞു, ഞാൻ ഒരു ഭാര്യ എനിക്കുണ്ട്, ഒരു ഭാര്യയെ ഉള്ളൂ ഈ ജന്മത്തിൽ, അതുകൊണ്ട് അത് പറ്റില്ല. ലക്ഷ്മണനെ കാട്ടിക്കൊടുത്തു, അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ രാമൻ്റെ ദാസനാണ്. സീത എൻ്റെ അമ്മയാണ്. അപ്പോൾ സീതയുടെയും ദാസ്യം വേണ്ടി വരും. എനിക്കൊരു പത്നിയുണ്ട്, എൻ്റെ 2ാം പത്നി ആവേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരു 5-6 കാരണങ്ങളൊക്കെ പറഞ്ഞു ലക്ഷ്മണനും രാമനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തിയപ്പോൾ ശുണ്ഠി വന്നു. ശൂർപ്പണഖ രാക്ഷസിയാണ്. അതിനെ ശുണ്ഠി വന്നു, സ്വന്തം രൂപമെടുത്തു. ലക്ഷ്മണ ഇത് കണ്ടതോട് കൂടിയിട്ട് ഇതിന് കാരണം തടസ്സമായിട്ട് മനസ്സിലാക്കിയത് സീതയാണ്. അപ്പോൾ സീതയെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അപ്പോൾ ലക്ഷ്മണൻ തൻ്റെ വാള് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി. അതോട് കൂടിയിട്ട് ശൂർപ്പണഖയുടെ മൂക്ക്, ചെവി, സ്തനം ഒക്കെ മുറിഞ്ഞു എന്നാണ്. നിണം ആയി മാറിയെന്ന മൊത്തം. രക്തത്തിലാണ് കുളിച്ചു. വേദനിച്ച് നിലവിളിച്ച് വേഗം ഈ ഖരദൂഷണ ത്രിശിരസിനെ അറിയിച്ചു. അവർ 14,000 പേര് ഒരുമിച്ച് വന്ന് യുദ്ധത്തിൽ 3.25 നാഴിക നേരം കൊണ്ട് രാമൻ അവരെയൊക്കെ വധിക്കുകയും ചെയ്തു. അപ്പോൾ നിക്കക്കളിയില്ലാണ്ടായി. വേഗം ഈ ശൂർപ്പണഖ ഏട്ടൻ്റെ അടുത്തെത്തി. രാവണ, നിൻ്റെ ഭരണം വളരെ മോശമാണ്, നിനക്ക് ചാരന്മാരൊന്നുമില്ല, നിൻ്റെ ചാരന്മാരൊക്കെ ഈ ശ്രദ്ധാലുക്കളല്ല, അതുകൊണ്ട് നിൻ്റെ ഭരണം പരാജയ എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ കാട്ടിൽ ഒരു സുന്ദരി കണ്ടു, ആ സുന്ദരി നിനക്ക് പത്നിയാവാൻ പറ്റിയ ആളാണ്. അതൊന്ന് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഇതാ എന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. മാത്രമല്ല ഖരദൂഷണം ത്രിശിരസ്സുകൾ 14,000 പേരൊക്കെ അവരാൽ വധിക്കപ്പെടുകയും ചെയ്തു. നീ വല്ലതും അറിഞ്ഞോ? അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുമില്ല, അതാ രസം. ആ സീതയെ കല്യാണം കഴിച്ചോളൂ, എന്നാൽ എൻ്റെ ജീവിതം സഫലാവും, അത്ര സുന്ദരിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അതിനുള്ള ഏർപ്പാട് ചെയ്യാൻ തീരുമാനിച്ചു. നേരിട്ടാണ് പോകണ്ട, കാരണം ഈ
ഖരനെയും ഒക്കെ വധിച്ചില്ലേ. ഖരദൂഷണന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പം വധിക്കാൻ പറ്റിയവരല്ല അവരെ. ഒരു മനുഷ്യനായിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യണം വെച്ചാൽ എന്തെങ്കിലും കാര്യമുണ്ടാവും. ഇപ്പം നാരദൻ്റെ ഉപദേശമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ദശരഥ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്, നിന്നെ കൊല്ലാനാണെന്നൊക്കെ. ഇങ്ങോട്ട് എത്താൻ കുറേ താമസമുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ സന്തോഷമായി. അപ്പം എന്നാൽ ഇതന്നെ അവസരം എന്ന് വിചാരിച്ചിട്ട് മാരീചനെ വിളിച്ചു. മാരീചനോട് പറഞ്ഞു, പൊന്മാനായിട്ട് അവിടെ ചെല്ലണം, സീതയെ ഭ്രമിപ്പിക്കണം, 2 പേരെ അകറ്റണം, എനിക്ക് സീതയെ കട്ടുകൊണ്ടു പോരണം, രാമനെയും ലക്ഷ്മണനെയും അകറ്റാനുള്ള സൂത്രങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ചെയ്യില്ല പറഞ്ഞു. എന്നാൽ ഞാൻ ഇപ്പോൾ ചന്ദ്രഹാസം എടുത്തു, ഇതുകൊണ്ട് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. അയ്യോ അത് വേണ്ട, എൻ്റെ കൈ കൊണ്ട് മരിച്ചാൽ മുക്തിയില്ല, രാമൻ്റെ കൈ കൊണ്ട് രാമൻ്റെ അമ്പ് കൊണ്ടുവച്ചാൽ മുക്തിയുണ്ട്. രാവണനെ ശപിച്ച് അവിടുന്ന് പോയി. മാരീചൻ നേരെ പൊന്മാനായിട്ട് സീതയുടെ അടുത്തെത്തി. കുറച്ച് വശീകരിച്ചു. സീതയ്ക്ക് മോഹമായി, വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ ശരി സമ്മതിച്ചു. അപ്പോഴേക്കും ലക്ഷ്മണൻ പറഞ്ഞു, അത് അസുരനാ തോന്നുന്നുണ്ട്, പോണ്ടായിട്ടാ എന്ന് പറഞ്ഞു. അസുരനാച്ചാൽ കൊല്ലാലോ എന്നായി. ഏതായാലും പൊന്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിച്ചൊള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. രാമൻ പിന്നാലെ പോയി. ഏതായാലും കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ രാമന് ഈ കളിപ്പിക്കുകയാണ് എന്ന് മനസ്സിലായി, വധിച്ചു. അപ്പോൾ അമ്പ് കൊണ്ട നേരത്ത് രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണാന്നെ വിളിച്ചു. അത് സീത കേട്ടു. അയ്യോ ഭർത്താവിന് എന്തോ പറ്റിയുണ്ട്, ലക്ഷ്മണ വേഗം പോയൊരു എന്നായി. ഏയ് ഭർത്താവ് ഈശ്വരനല്ലേ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. നിനക്ക് എന്നെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഏട്ടൻ മരിച്ചിട്ട് ഏട്ടൻ്റെ ഭാര്യയെ വേലി കഴിക്കാന്നുള്ള ഉദ്ദേശത്തിലല്ലേ, അത് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ചെവി പൊത്തി, അല്ലേ പറയണ്ടു. വേഗം ലക്ഷ്മണനൊരു ലക്ഷ്മണ രേഖ വരച്ചു. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പോരരുത് കേട്ടോ എഴുത്തിയമ്മേ എന്നൊക്കെ പറഞ്ഞു. അവിടെ എഴുത്തിയമ്മ അല്ല കേട്ടോ, അമ്മയെ തന്നെയാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ സുരക്ഷിത സ്ഥാനത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് എന്ന് ചട്ടം കെട്ടിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും രാമൻ തിരിച്ച് വരുന്നുണ്ട്. എന്താ ലക്ഷ്മണൻ നീ ഇങ്ങോട്ട് പോന്ന്, എന്നെ എഴുത്തിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു. മുഴുവൻ പറഞ്ഞില്ല എന്തായാലും. അപ്പോൾ രാക്ഷസന്മാർ വരിക, ഒന്നും എനിക്കറിയില്ല, നമുക്ക് വേഗം പോവുക. 2 പേരും കൂടി തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആളെ കാണാനില്ല. രാമനും ലക്ഷ്മണനും പോയ സമയത്ത് ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഈ രാവണൻ ഇവിടെ വന്നു. എന്നിട്ട് സീതയെ ആദ്യം മോഹിപ്പിച്ചു. അതിനുശേഷം ആതിഥ്യം സ്വീകരിക്കുക എന്നുള്ള നിലയ്ക്ക് പഴമോ വെള്ളം എന്തൊക്കെയാ ചക്ക കൊണ്ടു കൊടുത്തു. അതൊന്നും സ്വീകരിച്ചില്ല. അതൊന്നും ഇവിടെ വിഷയമല്ല, എൻ്റെ കൂടെ പോരണമെന്നായി. ഞാൻ രാവണനാണ് എന്നൊക്കെ സ്വന്തം രൂപം കാട്ടിക്കൊടുത്തു. അപ്പോൾ സീത ചുണ്ടിയെടുത്തു. അതൊന്നും രാവണൻ കണക്കാക്കിയില്ല. പിടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഈ ലക്ഷ്മണ രേഖ ഉണ്ട്, കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തൻ്റെ ചന്ദ്രഹാസം ഏതായാലും ആയുധം എടുത്തുകൊണ്ട്, ആയുധമൊന്നും വേണം തോന്നുന്നില്ല, ശക്തി പലതുമുണ്ട്, മണ്ണോട് കൂടിയിട്ട് ആ ആശ്രമം മൊത്തം മണിച്ചെടുക്കാൻ പറ്റും. അവിടെ സീത നിൽക്കണ സ്ഥലം ആ മണ്ണോട് കൂടിയിട്ട് എടുത്തു. എന്നിട്ട് പുഷ്പവിമാനത്തിൽ അങ്ങോട്ട് വെച്ചു, അങ്ങോട്ട് കൊണ്ടുപോയി. കൊണ്ടുപോകണ വഴിക്ക് ജടായു കണ്ടു. ജടായു തമ്മിൽ യുദ്ധം. അപ്പോൾ ആകാശത്ത് വെച്ചിട്ടല്ലേ, രാവണൻ ഈ ജടായുവിൻ്റെ ചിറകരിഞ്ഞു. അങ്ങനെ പക്ഷി പാവം എന്താ ചെയ്യുക, താഴെ വീണു. രഥമൊക്കെ കേടുവരുത്തിച്ചാലും രഥമൊക്കെ ആദ്യമേ കൊണ്ടുവന്നേ, ഇതിനൊന്നും പ്രയാസം ഉണ്ടായില്ല രാവണന്. സീത കരഞ്ഞുകൊണ്ട് ഈ ജടായുവിനെ നോക്കി ജടായുവിൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തു. രാമനെ കണ്ടിട്ട് കാര്യം പറയണ വരെ മരിക്കില്ല കേട്ടോ, വേദന ഉണ്ടാവില്ല എന്ന് വേദന ഇല്ലാതെ കണ്ട് മരണം കാത്ത് കിടക്കുകയാണ്. രാമനെ കാത്ത് കിടക്കുക, രാമനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം മരിക്കാൻ. അങ്ങനെ സീതയും കൊണ്ടിട്ട് രാവണൻ പോയി. പോണ വഴിക്ക് ഒരു മലയിൽ 4-5 വാനരന്മാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് തൻ്റെ ഈ ആഭരണങ്ങളൊക്കെ കയ്യിൽ കുറച്ചുള്ളത് എല്ലാം കൂടിയിട്ട് ഒരു ഉത്തരീയത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് കീറി അതിലാക്കിയിട്ട് അത് വാനരന്മാർക്ക് ഇട്ട് കൊടുത്തു. അവരത് കിട്ടിയപ്പോൾ അത് ഋഷ്യമൂകാചലം, അവിടെ ഹനുമാൻ്റെ സുഗ്രീവൻ്റെ അവർ
ഈ ഉത്തരേയത്തിൽ പൊതിഞ്ഞ ഈ ആഭരണം കിട്ടി. അവരവിടെ അത് സൂക്ഷിച്ചു വെച്ചു. ഇവിടെ വന്നപ്പോൾ രാമന് സീതയെ കാണാൻ സാധിച്ചില്ല. വല്ലാത്ത ദുഃഖമായി. ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് രാമനും അതേപോലെ ഈ ആഭരണം കൈ കിട്ടിക്കൊണ്ട് ഈ സുഗ്രീവാദികളും അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് ലക്ഷ്മണനും ഈ രാമനും സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ അന്വേഷിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ അന്വേഷിച്ചിങ്ങനെ പോകുന്ന സമയത്തുണ്ട് ഒരു വല്ലാത്ത വികൃത രൂപത്തിലുള്ള രാക്ഷസൻ, കബന്ധൻ എന്ന പേരായിട്ടൊരു രാക്ഷസൻ. വലിയ വയറ്, തല കാണാനില്ല. തല നോക്കുമ്പോൾ വയറിൻ്റെ ഭാഗത്താണ്. കയ്യിന് എന്തൊരു നീളാന്ന് വെച്ചില്ല, കാലൊന്നുമില്ല, കടക്കാൻ വഴിയില്ല, വഴിയിൽ തന്നെയാണ് കിടക്കണം. അപ്പോൾ ലക്ഷ്മണൻ ഒരു കൈ അരിഞ്ഞു, രാമൻ മറ്റേ കൈ അരിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി. നിങ്ങൾ എൻ്റെ കൈ അരിയാൻ നോക്കണം, നിങ്ങൾ ഈശ്വരന്മാരാണ്, നിങ്ങളാരാ എന്നായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദാശരഥി രാമനും ലക്ഷ്മണനും ആണെന്ന് പറഞ്ഞു. ഏതായാലും എനിക്ക് മുക്തി തന്നുവല്ലോ, എൻ്റെ ഈ ശരീരം ദഹിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ചേക്കയൊക്കെ കൂട്ടി അതൊക്കെ ദഹിപ്പിച്ചു. കബന്ധന് മുക്തി കിട്ടി. തനിക്ക് ഇങ്ങനെ ഒരു ശരീരം കിട്ടാനുള്ള കാരണം, താനൊരു ഗന്ധർവനായിരുന്നു. ചില അബദ്ധങ്ങളൊക്കെ പറ്റി. ഇന്ദ്രനെ ഒന്നിങ്ങനെ പേടിപ്പിക്കുക എന്തൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഇന്ദ്രൻ തലയിൽ ഒരു അടി അടിച്ചു കഴിഞ്ഞപ്പോൾ തല ഇങ്ങോട്ട് താണു. തനിക്ക് മരണമില്ല എന്നാ, അങ്ങനൊരു അനുഗ്രഹമുണ്ട്. അത് കാരണം കൊണ്ട് മരിച്ചില്ല. അപ്പോൾ തിന്നാൻ എന്താ ചെയ്യുക, ഇനി ഒന്നുമില്ല, മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ വായായി, വയറ്റിലാണ് വായായി. കാലുമില്ല, തലയില്ല. കയ്യിന് കുറച്ച് നീട്ടം കൂട്ടി കൊടുത്തു, ഇരട്ടി നീളം, ഒരു യോജനയായിട്ടുണ്ട് കയ്യിൻ്റെ നീളം. അതിൻ്റെ ഉള്ളിൽ വരുന്ന മൃഗങ്ങളെ എന്തിനു വെച്ചാൽ പിടിക്കുക, തിന്നുക, അത്രേ വേണ്ടൂ. വഴിയിൽ കിടന്നോളാൻ പറഞ്ഞു. ഇങ്ങനെയാണ് വഴിയിൽ കിടന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കബന്ധൻ്റെ മുക്തി കൊടുത്തു. പിന്നെ പറഞ്ഞു, ശബരിയെ കാണും, വാനര സഖ്യം കിട്ടും, സീതാന്വേഷണം സാധിക്കും കേട്ടോ എന്നെല്ലാം പറഞ്ഞ് വാനരന്മാർ ഋഷ്യമുഖാചലത്തിലുണ്ട് എന്നെല്ലാം സൂചന കൊടുത്തുകൊണ്ട് കബന്ധൻ പോവുകയും ചെയ്തു ഗന്ധർവനായിട്ട്. ഇനി ശബരിയുടെ അടുത്തേക്ക് എത്തുന്നതായിട്ട് രംഗങ്ങളൊക്കെയാണ് നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സീതാരാമേന്ദ്രാഭ്യാം നമോ നമ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.